17ാമത്തെ യൂണിറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഡാറ്റ കളക്ട് ചെയ്ത് അതിനെപ്പറ്റി അനലൈസിങ് നടത്തുക, പഠനം നടത്തുന്നതിന് റിസർച്ച് എന്ന് പറയും. മാർക്കറ്റിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ ഓഫ് എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൻ്റെ ഡാറ്റ സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്ത് അനലൈസിങ് നടത്തുന്നതിനാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുക. ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി കൃത്യമായി ഇൻ്റർനാഷണൽ മാർക്കറ്റ് റിസർച്ച് നടത്തണമെങ്കിൽ നമ്മുടെ രാജ്യത്തല്ലാത്ത മറ്റു രാജ്യത്തുള്ള മാർക്കറ്റിനെ പറ്റി കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ കുറച്ച് കോംപ്ലക്സ് ആയൊരു പ്രോസസ്സാണ്. ഏതായാലും ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് റിസർച്ചിനെ എഫക്റ്റ് ചെയ്യുന്ന, അതിനെ ബാധിക്കുന്ന ചില ഘടകങ്ങൾ. ഒന്ന്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടർ. ഓരോ രാജ്യത്തിൻ്റെയും എക്കണോമിക് അവസ്ഥയും പൊളിറ്റിക്കൽ അവസ്ഥയും ഡിഫറൻ്റ് ആയിരിക്കും. അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ റിസർച്ചിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെ പറ്റിയിട്ട് റിസർച്ച് നടത്തുമ്പോൾ, ഒരു രാജ്യത്തിൻ്റെ മാർക്കറ്റ് റിസർച്ച് നടത്തുമ്പോൾ അവിടുത്തെ പൊളിറ്റിക്കൽ കണ്ടീഷൻസും അവിടുത്തെ നിയമങ്ങളും എക്കണോമിക് കണ്ടീഷൻസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് റിസർച്ച് നടത്തേണ്ടത്. ഓക്കെ, ഒരേപോലത്തെ കൺട്രീസ് ആയിരിക്കും, പക്ഷേ ചില പൊളിറ്റിക്കൽ ഫാക്ടർ കാരണത്താൽ അവിടുത്തെ മാർക്കറ്റിംഗ് ചില കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് റിസർച്ച് നടത്തുന്നവർ ആദ്യം അവിടുത്തെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഫാക്ടർ പരിഗണിച്ചിട്ട് വേണം റിസർച്ച് നടത്താൻ എന്നർത്ഥം. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്, അതായത് ആ രാജ്യത്തിലെ റിലീജിയൻ, കൾച്ചറുകൾ, അവിടുത്തെ ലിറ്ററസി, ഇങ്ങനത്തെ തുടങ്ങിയിട്ട് ഒരുപാട് സാംസ്കാരിക വിഷയങ്ങൾ, അതൊക്കെ ഓരോ രാജ്യത്തിൻ്റെയും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിസർച്ചിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റുള്ള ഏരിയയിലെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടറുകൾ നമ്മൾ പരിഗണിക്കണം. അതൊക്കെ നമ്മുടെ മാർക്കറ്റ് റിസർച്ചിനെ എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എക്സ്പെൻസ്, മാർക്കറ്റ് റിസർച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനാവുന്ന ആ റിസർച്ചിനാവുന്ന എക്സ്പെൻസ്. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റ് റിസർച്ച് ആകുമ്പോൾ അതിന് പലതരത്തിലുള്ള എക്സ്പെൻസുകളുണ്ട്. ഇതിനെപ്പറ്റി ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് അതിന് അവരുടെ വിദേശത്തേക്കുള്ള അവരുടെ വിസ, പലതരത്തിലുള്ള അവരുടെ എക്സ്പെൻസുകൾ. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പെൻസ് കാരണത്താൽ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് റിസർച്ച് നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് റിസർച്ച് പോലെയല്ല വലിയ വലിയ കമ്പനികൾക്ക് അത് സാധ്യമാവുന്നുള്ളൂ. ഇനാക്യുറസി ഓഫ് ഡാറ്റ, നമുക്ക് കിട്ടുന്ന ഡാറ്റ ആക്യുറേറ്റ് ആണോ, കൃത്യമാണെന്ന് ചെക്ക് ചെയ്യാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല. പലപ്പോഴും സെക്കൻഡറി ഡാറ്റകളൊക്കെയാണ് നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ പറ്റി അവൈലബിൾ ഉണ്ടാവുക. നേരത്തെ ആരെയോ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റാസൊക്കെ ഉണ്ടാവും, പല ആർട്ടിക്കിൾസിലൊക്കെ വന്ന ഡാറ്റ. പക്ഷെ അതൊക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ലാക്ക് ഓഫ് കോർഡിനേഷൻ ഫ്രം റിസർച്ചിങ് കൺട്രീസ് മറ്റൊരു പ്രശ്നമാണ്. റിസർച്ച് ചെയ്യുന്ന കൺട്രി, ഓരോ രാജ്യവും അവരുടെ മാർക്കറ്റിനെ പറ്റി, അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പറ്റിയുള്ള കൃത്യമായിട്ട് ഐഡിയ മറ്റേയാളെ റിസർച്ച് ചെയ്യാൻ വേണ്ട രൂപത്തിൽ അതുകൊണ്ട് സഹകരിക്കില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ മാർക്കറ്റ്, കേരള മാർക്കറ്റ് വന്നിട്ട് ഒരു US-ലുള്ള ഒരു കമ്പനി വന്നിട്ട് റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യം, നമ്മുടെ നാട് അതിനോട് വേണ്ട രൂപത്തിൽ കോപ്പറേറ്റ് ചെയ്യാത്ത പ്രശ്നം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഡിഫറൻസസ്, ഓരോ രാജ്യത്തിൻ്റെയും എൻവയോൺമെൻറ്റ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തേക്ക് വേണ്ട റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ എങ്ങനെ ആ രാജ്യത്തെ മാർക്കറ്റിനെ പറ്റി പഠിക്കണം എന്ന് ഡിസൈൻ ചെയ്യുന്നിടത്തും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ റിസർച്ചേഴ്സിനൊക്കെ ഒറ്റ റിസർച്ച് ഡിസൈൻ ഉണ്ടാവുക, പക്ഷേ ആ ഡിസൈനുമായിട്ട് എല്ലാ മാർക്കറ്റിലേക്കും ചെന്നാൽ എൻവയോൺമെൻറ്റൽ ഡിഫറൻസ് കൊണ്ട് തന്നെ വേണ്ട എഫക്റ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ മാർക്കറ്റിനെ പറ്റി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ പഠനത്തെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS, മാർക്കറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇൻ്റർനാഷണൽ മാർക്കറ്റ് റിസർച്ച്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് മാർക്കറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് കൺസെപ്റ്റാണ്. ഒരു മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ അത് കളക്ട് ചെയ്ത് നമ്മളെ മാനേജേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് മാർക്കറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതൊരു വൈഡ് കൺസെപ്റ്റാണ്. മാർക്കറ്റിംഗ് റിസർച്ച് അങ്ങനെയല്ല, അതൊരു കൃത്യമായൊരു ലക്ഷ്യം ഉണ്ടാവുക റിസർച്ചിന്, ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഒരു മാർക്കറ്റിൽ ഇറങ്ങി ആ മാർക്കറ്റ് നമുക്ക് വേണ്ട ഡാറ്റ സിസ്റ്റമാറ്റിക്കൽ കളക്ട് ചെയ്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് പഠനം നടത്തുന്ന സംഗതിയാണ് മാർക്കറ്റ് റിസർച്ച്. ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങനെയല്ല, മാർക്കറ്റിലെ ഇൻഫർമേഷൻ അനലൈസിംഗ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കളക്ട് ചെയ്തിട്ട് നമ്മളെ മാനേജേഴ്സ് ആർക്കാണോ വേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. കളക്ടിങ് ആൻഡ് സപ്ലൈ മാർക്കറ്റ് ഇൻഫർമേഷൻ മാത്രമാണ്. ജസ്റ്റ് എയിം ടു പ്രൊവൈഡ് മാർക്കറ്റ് ഇൻഫർമേഷൻ ടു മാനേജർ, അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഒരു ബ്രോഡ് കൺസെപ്റ്റാണ്. സാധാരണ ഒരു ഡെയിലി ഡാറ്റ കളക്ട് ചെയ്ത് ഇങ്ങനെ എത്തിച്ചു കൊടുക്കും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നാൽ മാർക്കറ്റ് റിസർച്ച് അങ്ങനെയല്ല, കളക്ടിങ് ആൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് അനലൈസിങ് ആണ്. ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ മാർക്കറ്റ് റിസർച്ച് നടത്തുക. നമ്മുടെ പ്രൊഡക്റ്റിന് ഇപ്പോൾ സെയിൽസ് വളരെ കുറവാണ്, എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്തുകൊണ്ട് നമ്മളെക്കാൾ മുന്നിൽ നിൽക്കുന്നു, അങ്ങനെ പല കാരണം കൊണ്ടാണ്. ഇതൊരു നാരോ കൺസെപ്റ്റാണ്.
സാധാരണ സ്ഥിരമായിട്ടൊന്നും അങ്ങനെ മാർക്കറ്റ് റിസർച്ചിൽ ഡാറ്റ കളക്ട് ചെയ്യില്ല. ഒരാവശ്യം വരുമ്പോഴാണ് റിസർച്ച് നടത്തുക. ഒരു പീരിയോഡിക്കലി ആയിട്ടാണ് അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഇനി ഒരു റിസർച്ചിനാവശ്യമായ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡുകൾ. അതായത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുക. നമുക്കൊരു പ്രൈമറി ഡാറ്റ പറഞ്ഞാൽ നമ്മൾ തന്നെ കളക്ട് ചെയ്യുന്ന ലൈവ് ഡാറ്റയാണ്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ മറ്റാരോ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ നമ്മൾ എടുക്കുക. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ മുമ്പ് നമ്മൾ സ്റ്റാറ്റിയിലൊക്കെ പഠിച്ച കാര്യമാണ്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡുകൾ. അപ്പോൾ ഇതൊരു മാർക്കറ്റിലേക്ക് തട്ടിച്ച് നോക്കണമെന്നില്ല. മൊത്തത്തിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡുകളാണ് പറയുന്നത്. ഒന്ന് ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഡാറ്റ കിട്ടണമെങ്കിൽ നമ്മൾ ആ മാർക്കറ്റിൽ ഇങ്ങനെ മാർക്കറ്റിനായിട്ട് ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ ഒരു വ്യക്തിയെ പറ്റി നമുക്ക് അറിയണമെങ്കിൽ ആ വ്യക്തിൻ്റെ പ്രവർത്തനം നടന്നിങ്ങനെ നിരീക്ഷിച്ചിട്ടുള്ള പഠനം. അതാണ് ഏറ്റവും സ്യൂട്ടബിൾ, കൃത്യമായ ഡാറ്റ നമുക്ക് കിട്ടുക. കാരണം വിശ്വസിക്കാൻ പറ്റും. അവരറിയാതെ ഒബ്സർവേഷൻ നടത്തുകയാണെങ്കിൽ ഒന്നുകൂടി വിശ്വസിക്കാൻ പറ്റും. ഇൻ്റർവ്യൂ മെത്തേഡ്. ഇത് നമ്മൾ കോമൺ കാണുന്ന ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. നമുക്കൊരാളെ പറ്റിയിട്ട് ഡീറ്റെയിൽ വേണമെങ്കിൽ, ആ വിവരമാണെങ്കിൽ അയാളെ പേഴ്സണലായിട്ട് കണ്ടിട്ട്, അപ്പോൾ ഒരു മാർക്കറ്റാണെങ്കിൽ ആ മാർക്കറ്റിലെ ആളുകളെ പേഴ്സണലായിട്ട് കണ്ടിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യാം. റിപ്പോർട്ടേഴ്സ്. നമുക്ക് വേണ്ട ഓരോ ഏരിയയിൽ ഓരോ റിപ്പോർട്ടേഴ്സിനെ, കറസ്പോണ്ടൻസിനെ വെച്ചിട്ട് അവരോട് ഡാറ്റ കളക്ട് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സൊക്കെ അതാണ് ചെയ്യില്ല. അവർക്ക് ഓരോ ഏരിയയിൽ, ഓരോ ജില്ലയിൽ, ഓരോ ചെറിയ ബസ് സ്റ്റാൻഡുകളിൽ റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും. അവിടെയുള്ള ഡാറ്റയൊക്കെ അവർ കളക്ട് ചെയ്തിട്ട് അങ്ങോട്ട് എത്തിച്ചേർക്കുന്ന ഒരു ശൈലി. ഗവൺമെൻറ്റിന് അതുപോലെ ന്യൂസ് പേപ്പറും ആർട്ടിക്കിളുകൾക്ക് ഇവർക്കൊക്കെയാണ് സാധാരണ ഇങ്ങനെ റിപ്പോർട്ടേഴ്സ് ഉണ്ടാവല്. അടുത്ത ക്വസ്റ്റ്യനെയറാണ്. ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആർക്കാണോ ഡാറ്റ വേണ്ടത്, ആരെയാണോ ഡാറ്റ വേണ്ടത് അവർക്ക് ക്വസ്റ്റ്യനെയർ സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് ഫില്ല് ചെയ്ത് തരാൻ പറയും. നെക്സ്റ്റാണ് ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ ക്വസ്റ്റ്യനെയർ പോലെ തന്നെയാണ്, പക്ഷേ ഒരു അണ്ടർ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളിലേക്കാണ് ഷെഡ്യൂൾ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യൽ. അതായത് ഈ എന്യൂമറേറ്റർ തന്നെ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്യലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലൊക്കെ പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ മെത്തേഡ് പറ്റില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ കൊടുത്തയച്ചാൽ മെയിലായിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ ഫോൺ വഴിയോ വാട്സപ്പ് വഴി അയച്ചാൽ റിപ്ലൈ കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ തന്നെ ക്വസ്റ്റ്യനറായി പോയിട്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ചോദിച്ചിട്ട് നമ്മൾ തന്നെ ഫില്ല് ചെയ്യുന്ന ആ ഒരു ടൈപ്പാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡുകളാണ്. നമുക്ക് ഈ മെത്തേഡിൽ സ്യൂട്ടബിൾ ഓരോന്നിനും അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയുന്നുണ്ട്. സംഗതി മനസ്സിലാക്കിയാൽ തന്നെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് ഒന്ന് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് ഓരോ മാർക്കറ്റിൻ്റെ സാഹചര്യം അനുസരിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, മീനിങ് ഓഫ് സാമ്പിളിംഗ്. സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ കളക്ടിങ് ഡാറ്റ ഫ്രം ദ സാമ്പിൾസ് ചൂസൺ. നമുക്ക് ഒരു വിഷയത്തെ പറ്റിയിട്ട് കുറച്ച് ആളുകളെ പറ്റി അല്ലെങ്കിൽ മാർക്കറ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസായ വിവരമാണെങ്കിൽ ആ മാർക്കറ്റിലുള്ള ഓരോ ആളുകളെ പറ്റിയിട്ടും കണ്ടിട്ട് അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ചും ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ നമ്മുടെ ഒരു പോപ്പുലേഷനിലുള്ള അല്ലെങ്കിൽ നമ്മൾ ആരിൽ നിന്നാണോ ആരെ പറ്റിയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് അവരെല്ലാവരെ പറ്റിയിട്ടും ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും സ്യൂട്ടബിൾ അല്ല. ഇപ്പോൾ നമുക്ക് കേരള മാർക്കറ്റിനെ പറ്റി പഠിക്കണം. കേരളത്തിൽ ഇവിടുത്തെ പുതിയ പ്രൊഡക്ട്സ് നമ്മൾ കേരളത്തിലേക്ക് ഇറക്കും. നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഒരു പ്രത്യേക ടൈപ്പ് ചോക്ലേറ്റ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് കേരള മാർക്കറ്റിനെ പറ്റി പഠിക്കണമെങ്കിൽ കേരളത്തിൽ ഓരോ മാർക്കറ്റിലും പോയിട്ട് പഠനം നടത്താൻ കഴിയില്ല. അപ്പോൾ അവിടെയാണ് സാമ്പിളിങ്ങിൻ്റെ ഒരു പർപ്പസ് ഉദിച്ചു വരുന്നത്. അതായത് ഡിവൈഡ് ദ വോൾ പോപ്പുലേഷൻ ഇൻറ്റു സ്മാൾ സാമ്പിൾസ്. അതിലെ ഒരു വ്യത്യസ്ത സാമ്പിളാക്കി ഡിവൈഡ് ചെയ്യുക. അതിൽ നിന്ന് കുറച്ച് എണ്ണത്തിനെ പറ്റി മാത്രം പഠനം നടത്തുക. സാമ്പിളിൻ്റെ പല മെത്തേഡ് നമുക്കറിയാം. മെത്തേഡ്സ് ഓഫ് സാമ്പിളിങ്. റാൻഡം സാമ്പിളിംഗ് ഉണ്ട്, നോൺ റാൻഡം സാമ്പിളിംഗ് ഉണ്ട്. റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഈ സാമ്പിളിനെ നമ്മൾ എന്യൂമറേറ്റർ ആവുന്ന നമ്മുടെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യാം അല്ലേ. അതാണ് നോൺ റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് പറഞ്ഞാൽ യാദൃശ്ചികമായ സാമ്പിളിംഗ്. അതായത് ആരും അതിൽ സെലക്ട് ചെയ്യപ്പെടാം. ഇപ്പോൾ നമുക്ക് കേരളത്തിലുള്ള 14 ജില്ലയെ പറ്റിയുള്ള മാർക്കറ്റിനെ പറ്റി അറിയണം, പക്ഷേ എല്ലാം പഠിക്കാൻ നമുക്ക് പ്രയാസമാണ്. അപ്പോൾ ഇതിന് 3 ജില്ലയെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യണം, ചൂസ് ചെയ്യണം, സാമ്പിൾ എടുക്കുകയാണ്. പക്ഷേ ഈ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും സെലക്ട് ചെയ്യാം. റാൻഡം സാമ്പിളിംഗ് ആണ് യാദൃശ്ചികമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് 3 ജില്ലയെ സെലക്ട് ചെയ്യില്ല. അതൊരു പക്ഷേ ഒരു നറുക്കിട്ട് ഇങ്ങനെ കുലുക്കിയെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു യാദൃശ്ചികമായ മെത്തേഡാകാം. നോൺ റാൻഡം സാമ്പിളിംഗ് എന്നറിയില്ല, നമുക്കിഷ്ടമുള്ളൊരു 3 ജില്ലയെ സെലക്ട് ചെയ്യുക. അത് എന്യൂമറേറ്ററുടെ അയാളുടെ പേഴ്സണൽ താല്പര്യം അനുസരിച്ചായിരിക്കാം. ഓക്കെ. അപ്പോൾ റാൻഡം സാമ്പിളിങ്ങിൽ എല്ലാവരും സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. പ്രോബബിലിറ്റി ഇവൻ്റ് വെച്ചുള്ള അതിന് ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ കുലുക്കി നറുക്കിട്ടിട്ടൊക്കെയല്ലേ എടുക്കുന്നത്. എല്ലാ പോപ്പുലേഷനെയും അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സിമ്പിൾ ടെക്നിക്കാണ് ഇവിടെ. നമ്മളെ റിസർച്ചർ അയാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അയാളുടെ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് അയാൾ കൃത്യമായ ഒരു
എക്സ്പീരിയൻസ് വെച്ചിട്ട് ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് അയാൾ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ കേരളത്തെ പറ്റിയിട്ട് നമ്മളോട് പഠിക്കാൻ പറയുമ്പോൾ നമ്മളൊരു 3 ജില്ല സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കുലുക്കി നറുക്കെടുത്തിട്ട് റാൻഡം സാമ്പിളിങ് എടുത്താൽ ചിലപ്പോൾ കാസർഗോഡും കണ്ണൂരും വയനാടും കിട്ടും. പക്ഷെ അതുകൊണ്ട് മാത്രം കേരളത്തെ പറ്റി പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും റാൻഡം സാമ്പിളിങ് അല്ല നല്ലത്, നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് നല്ലത്, ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരു റിസർച്ചർ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് തിരുവനന്തപുരം ഒരു മാർക്കറ്റ് എടുക്കാം, അതേപോലെ ഒരു മലയോര മാർക്കറ്റാകുന്ന വയനാട് എടുക്കാം, തീരദേശത്തേക്ക് പോയിട്ട് ആലപ്പുഴ എടുക്കാം, ഈ ഇപ്പുറത്തേക്ക് ഇടുക്കി ഒരു ഭാഗത്ത്, അങ്ങ് ദൂരെയുള്ള പാലക്കാട്, അങ്ങനെ പല കാരണങ്ങളെ വെച്ചിട്ട് നമുക്ക് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് പല സ്ഥലത്തും ബെറ്റർ. കാരണം നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റായ സാമ്പിളുകളെ സെലക്ട് ചെയ്യാൻ പറ്റും. റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമാണ്. ഇത് യാദൃശ്ചികമല്ലാത്ത നമ്മുടെ ഇഷ്ടം എന്യൂമറേറ്റർ അല്ലെങ്കിൽ റിസർച്ചർ അയാളുടെ ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യുകയാണ്. പിന്നെ റാൻഡം സാമ്പിളിങ്ങിൻ്റെ മെത്തേഡുകൾ, ഇത് നമ്മൾ സ്റ്റാറ്റിയിൽ പലപ്പോഴും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. റാൻഡമായിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യാനുള്ള മെത്തേഡ് ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിങ്. ഇപ്പോൾ നമുക്ക് കേരളത്തിലുള്ള മാർക്കറ്റുകളെ പറ്റി പഠിക്കുമ്പോൾ സിമ്പിളായിട്ട് ഒരു 2-3 മാർക്കറ്റ്, കോഴിക്കോട് മാർക്കറ്റ്, എറണാകുളം മാർക്കറ്റ്, എടപ്പാള മാർക്കറ്റ്, പട്ടാമ്പി മാർക്കറ്റ്, കുറച്ച് മാർക്കറ്റ് അങ്ങ് സെലക്ട് ചെയ്യാം. സിസ്റ്റമാറ്റിക് സാമ്പിളിങ് എന്നാൽ പല ടൈപ്പ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഉണ്ട്. ഒരു വെറുതെ അങ്ങ് സെലക്ട് ചെയ്യാതെ ഇപ്പോൾ നമ്മളെ മാർക്കറ്റുകൾ മൊത്തം ലിസ്റ്റ് ആക്കുക, എന്നിട്ട് ഏതെങ്കിലും മാർക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. 3ാമത്തെ മാർക്കറ്റ് സെലക്ട് ചെയ്തു, ഇനി അല്ലെങ്കിൽ 5ാമത്തെ മാർക്കറ്റ് സെലക്ട് ചെയ്തു. ഒന്ന് നമ്മൾ സെലക്ട് ചെയ്ത് പിന്നെ അവിടുന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാം. 5ാമത്തെ മാർക്കറ്റ്, 10ാമത്തെ മാർക്കറ്റ്, 15ാമത്തെ മാർക്കറ്റ്, ഓരോ 5 അങ്ങനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിലൊരു കുട്ടികളെ പറ്റിയിട്ട് പഠനം നടത്തുമ്പോൾ ഏതെങ്കിലും നമ്പർ സെലക്ട് ചെയ്യുക, 8ാമത്തെ നമ്പർ. അങ്ങനെയാണെങ്കിൽ 8, 18, 28, 38 അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അങ്ങനെ പോവുക. ഒന്ന് മാത്രം റാൻഡം സെലക്ട് ചെയ്യുക, പിന്നെ അതിലേക്ക് നിശ്ചിത സംഖ്യ കൂട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യാം. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, ഇതനുസരിച്ച് പിന്നെ നമ്മൾ ടോട്ടൽ പോപ്പുലേഷനെ വ്യത്യസ്ത സ്ട്രാറ്റകളായിട്ട് വ്യത്യസ്ത ടീമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ M.Com സ്റ്റുഡൻസിനെ പറ്റി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ളതിലേക്ക് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഓരോന്ന് നിശ്ചിത ആളുകളെ നമ്മൾ സിമ്പിളായിട്ടോ സിസ്റ്റമാറ്റിക്കായിട്ടോ സെലക്ട് ചെയ്തിട്ട് നടത്തുന്ന പരിപാടി. അതായത് വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിക്കുക നമ്മുടെ പോപ്പുലേഷൻ എന്നർത്ഥം. ക്ലസ്റ്റർ സാമ്പിളിങ്ങും ഏകദേശം ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു ബ്രോഡായ കൺസെപ്റ്റാണ് സ്ട്രാറ്റിഫൈഡിൻ്റെ. അതായത് നമ്മുടെ പോപ്പുലേഷനെ വ്യത്യസ്ത ക്ലസ്റ്ററുകളാക്കി തീരുമാനിക്കുക. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് കേരളത്തെ പറ്റി പഠിക്കുമ്പോൾ വ്യത്യസ്ത ഏരിയ ബേസിലോ പലത് ബേസിലോ ക്ലസ്റ്ററാക്കി തീരുമാനിക്കുക. എന്നിട്ട് ഓരോ ക്ലസ്റ്ററിനും വേണ്ട ആളുകളെ സെലക്ട് ചെയ്യുക. ഇവിടെ സ്ട്രാറ്റിഫൈഡും ക്ലസ്റ്ററും ചെറിയ ഡിഫറൻസേ ഉള്ളൂ. സ്ട്രാറ്റിഫൈഡിൽ നമ്മൾ ഒരേ സ്വഭാവമുള്ള ആളുകളെ സെലക്ട് ചെയ്യാണ്. ക്ലസ്റ്ററിൽ സാധാരണ ഇതിൽ ഓരോ കൂട്ടം ആളുകളെ സെലക്ട്, രണ്ടും ചെറിയ ഡിഫറൻസേ ഉള്ളൂ ശരിക്കും. ക്ലസ്റ്റർ സ്റ്റേജിൽ നമ്മൾ നമ്മുടെ ഹോൾ പോപ്പുലേഷനെ വ്യത്യസ്ത ക്ലസ്റ്ററുകളാക്കി തീരുമാനിച്ചിട്ട് അതിൽ 1-2 ഇപ്പം കോഴിക്കോട് കേരളത്തിലെ മൊത്തം പോപ്പുലേഷനെ 14 ജില്ലയാക്കി തിരിച്ചിട്ട് ഏതെങ്കിലും 2 ജില്ല മാത്രം സെലക്ട് ചെയ്യുന്ന ആ ഒരു പരിപാടി. അതിൽ പാലക്കാടിനെ പറ്റിയിട്ടും എറണാകുളത്തെ പറ്റി മാത്രം പഠിക്കുക, ആ ഒരു ടൈപ്പാണ്. സ്ട്രാറ്റിഫൈഡിൽ അങ്ങനെയല്ല, വ്യത്യസ്ത സ്ട്രാറ്റയാക്കി തീരുമാനിക്കുക, ഡിവൈഡ് ചെയ്യാം. M.Com സ്റ്റുഡൻസിനെ മെയിൽ ആൻഡ് ഫീമെയിലിനോ അല്ലെങ്കിൽ ഓരോ ജില്ല ബേസിൽ തന്നെ തീരുമാനിക്കുക. എന്നിട്ട് ഓരോ ജില്ലയിൽ നിന്നും കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുക. ഇതങ്ങനെയല്ല, 2 ജില്ല അങ്ങ് സെലക്ട് ചെയ്തിട്ട് ഏത് രൂപത്തിൽ നടത്താം, പേരുകൾ ഇടുന്നത് മാത്രമേ ഉള്ളൂ. മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ മേലെ പറഞ്ഞ ഒന്നിലധികം സ്റ്റേജുകളൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യും. ഇപ്പോൾ നമ്മൾ കേരളത്തെ പറ്റി പഠിക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ക്ലസ്റ്റർ സാമ്പിളിങ്ങിലൂടെ മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നുള്ള ജില്ലയാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിനൊരു തിരുവനന്തപുരം, എറണാകുളം സെലക്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് അപ്ലൈ ചെയ്യാം. മെയിൽ ഫീമെയിലുകളിലേക്ക് ഡിവൈഡ് ചെയ്തിട്ട് അതിന് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യാം. തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നും 2 മെയിൽ ഫീമെയിൽ എന്നുള്ള ഒരു കാറ്റഗറിയിൽ നിന്ന് ഒരു 10 ആളുകൾ സെലക്ട് ചെയ്യാം. ആ 10 പിന്നെ വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ റാൻഡത്തിലൂടെ ഓരോ 10 ഒരു 2 ആളെ മാത്രം സെലക്ട് ചെയ്തിട്ട് ടോട്ടൽ 4 ആളെ മാത്രം പഠനം നടത്തി ഇങ്ങനെയൊക്കെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് വേണമെങ്കിൽ നടത്താൻ പറ്റും. ഏതായാലും ഓരോന്നിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോൺ റാൻഡം സാമ്പിളിങ്ങിൻ്റെ ചില മെത്തേഡുകളും കൂടി നമുക്കറിയാം. നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്യൂമറേറ്ററിൽ അയാളുടെ ഇഷ്ടത്തിന് സാമ്പിൾ സെലക്ട് ചെയ്യാണ്. അതാണ് യാദൃശ്ചികമല്ലാത്ത സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ. അതിൽ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്നുണ്ട്. കൺവീനിയൻസ് സാമ്പിളിംഗ് പറഞ്ഞാൽ എന്യൂമറേറ്റർക്ക് സിമ്പിളാണെന്ന് തോന്നുന്നത്, അയാൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് കൺവീനിയൻ്റ്ലി ഡാറ്റ അവൈലബിൾ ആകുന്ന സാമ്പിൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എന്നോട് പഠിക്കാൻ പറഞ്ഞാൽ M.Com സ്റ്റുഡൻസിനെ പറ്റി പഠിക്കാൻ പറഞ്ഞാൽ എനിക്ക് വളരെ സിമ്പിൾ നമ്മുടെ PSMO കോളേജിലുള്ള കുട്ടികളെ പറ്റി പഠിക്കലാണ്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്യുക. അതായത് റിസർച്ചർക്ക് ഏറ്റവും സിമ്പിളായി തോന്നുന്നതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു കമ്പനി ചിലപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഏറ്റവും റിലയബിളായ മാർക്കറ്റിൽ മാത്രം പോയിട്ട് അവിടെ നല്ല കൃത്യമായ ഡാറ്റ കിട്ടുക. ഈ കൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ദൂരം മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ വിശ്വാസനീയമായ ഡാറ്റ കിട്ടുന്ന ചില ഏരിയകളുണ്ടാകും, അവിടുന്ന് മാത്രം സെലക്ട് ചെയ്യുന്ന പരിപാടി. ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ
എക്സ്പേർട്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ തേടുക. എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ നല്ലത്, ആരെ പറ്റിയിട്ടാണ് പഠിക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ മാർക്കറ്റിനെ പറ്റി പഠിക്കുമ്പോൾ എക്സ്പേർട്ടേഴ്സിൻ്റെ ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ കോഴിക്കോട് മാർക്കറ്റിനെ പറ്റി പഠിച്ചോളൂ, എന്നാൽ തന്നെ കേരളത്തിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്നൊക്കെ പറഞ്ഞുതരും. കോട്ട സാമ്പിളിംഗ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ വ്യത്യസ്ത കോട്ടകളാക്കി തിരിക്കാം. അതൊരു പക്ഷേ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ബേസിലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബേസിൽ വ്യത്യസ്ത കോട്ടകളാക്കിയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോന്നും കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നമ്മൾ നേരത്തെ ക്ലസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ തന്നെ, അതിന് പേര് മാറ്റമെന്നേ ഉള്ളൂ. ഇതാണ് നോൺ റാൻഡം സാമ്പിളിങ്ങിൻ്റെ കുറച്ച് രൂപങ്ങൾ. ഇതോടെ ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു.